അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ അടിക്കാം. അപ്പോൾ ഒരു കാര്യം ഞാനല്ലേ മതി. സൂക്ഷിക്കേണ്ട വിഷയം. മുഹമ്മദ് അലി കൊപ്പളത്തിന്റെ ഇതുണ്ടായിരുന്നല്ലോ ആദ്യത്തെ നോവലിന്റെ. നമ്മളിപ്പോൾ കണ്ടത് കൊപ്പളത്തേക്കുള്ള തീരദേശ ലിങ്ക് റോഡാണ്. ഇതിൻ്റെ പാതി വഴി കിടക്കുന്ന ഇതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാട്ടുകാരായിട്ട് നമുക്കറിയില്ല, നമ്മൾ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ മൂസ ഒരു ജനകീയ പ്രവർത്തകനും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടിയ മൂസക്ക് ഇതിനെക്കുറിച്ച് എല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ മൂസ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നമുക്ക് തരുന്നതായിരിക്കും. എന്താണ് മൂസ ഈ റോഡിൻ്റെ അവസ്ഥ? മൊഗ്രാൽ പടിഞ്ഞാറ് പ്രദേശത്തുകാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മൊഗ്രാൽ പടിഞ്ഞാറ് പ്രത്യേകിച്ച് കൊപ്പളം നിവാസികൾ മുൻകൈയെടുത്ത്, പ്രവാസികളായ കൊപ്പളം നിവാസികൾ മുൻകൈയെടുത്താണ് ഈ ഒരു റോഡ് നിർമ്മാണം തുടങ്ങിയത്. ലക്ഷക്കണക്കിന് രൂപ പ്രവാസികളായ കൊപ്പളം സ്വദേശികൾ അയച്ചു കൊടുത്ത് ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്നിപ്പോൾ വളരെ പ്രതീക്ഷയുണ്ട്. നേരത്തെ മേൽപ്പാലവും അണ്ടർ ബ്രിഡ്ജും ഒക്കെ ആയിരുന്നു ആവശ്യമെങ്കിലും അതിനുള്ള സാമ്പത്തികമായ പ്രതിസന്ധി കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും റോഡ് നിർമ്മാണം ഒരു പരിധിവരെ റോഡ് നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത്. ബഹുമാന്യനായ പി കരുണാകരൻ MP, അതുപോലെ തന്നെ PV അബ്ദുൾ റസാഖ് MLA, കുമ്പള ഗ്രാമ ഈ പാലത്തിൻ്റെ അടിയിലൂടെ ഒരു ആംബുലൻസെങ്കിലും കടന്നു പോകണമെന്നുള്ള പ്രദേശവാസികളുടെ ആഗ്രഹമാണ് ഇത്തരമൊരു നീക്കത്തിന് തുണയായത്. ഏതായാലും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ MP-യുടെയും MLA-യുടെയും പഞ്ചായത്ത് ബോർഡിൻ്റെയും കത്തുമായി ഒരാഴ്ചക്കകം തന്നെ പാലക്കാട് ഡിവിഷണൽ മാനേജറെ കാണാൻ പോകുന്നുണ്ട്. അതിനുശേഷം എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് റെയിൽവേ ആയതുകൊണ്ട് അവരാണ് തീരുമാനിക്കുക. ഞങ്ങൾ നിവേദനം കൊടുക്കുമ്പോൾ തന്നെ റെയിൽവേ അധികൃതർ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ സാഹചര്യം ഒരുക്കാമെന്ന് അവർ ഏറ്റിട്ടുണ്ട്. അപ്പോൾ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ഞങ്ങളോട് അപേക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നലെ വന്നതിനെ പറ്റി പറഞ്ഞു. ഇന്നലെ പാലക്കാട് ഡിവിഷണൽ മാനേജർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു മംഗലാപുരം ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥരോട്. അവരിവിടെ വരികയും ഇതിൻ്റെ
വീതിയും നീളവും ഒക്കെ മനസ്സിലാക്കി തിരിച്ചു പോയിട്ടുണ്ട്. എന്ത് റിപ്പോർട്ട് കൊടുത്തതെന്ന് നമുക്ക് അറിയില്ല, അത് ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാവി നടപടികൾ റെയിൽവേ വകുപ്പ് സ്വീകരിക്കും. എനിക്ക് അങ്ങോട്ട് കിടക്കാൻ കഴിയാതാണെന്നുള്ള ആ ഒരു ഇതിൽ ഇട്ടതാണല്ലോ. ഈ വയറ്റുന്നല്ല, ഈ വയറ്റുന്നതിൽ ഇത് നേരെ മുകളിലേക്ക് പോകാം. എനിക്ക് ഹൈക്കോർട്ടിലിട്ട് നിർത്തുന്നല്ലാണ്ട് പിള്ളേർ തന്നെ ഇതാക്കിയത് ഇവിടത്തോളം വന്നിട്ടൊന്നുമില്ല. ഇപ്പൊ കല്ല് കെട്ടണോ ഈ സൈഡ്?